നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചനേട്ടത്തേക്കുള്ള കവർ എന്തേ? അത് ഞാൻ കൊടുക്കാം. ഞാനല്ലേ അർച്ചനയുടെ സാരി സെലക്ട് ചെയ്തേ. അത് നല്ല സാരിയാണോ ഏട്ടത്തി? അല്ല, ഞങ്ങള് കണ്ടില്ലായിരുന്നല്ലോ. അതൊക്കെ അർച്ചന വിവാഹത്തിന് കൊടുക്കുമ്പോ കണ്ടാ മതി. അർച്ചനയ്ക്ക് നല്ല ചേരുന്ന സാരി തന്നെ വാങ്ങിച്ചേ. അർച്ചനയ്ക്ക് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. അത് നാളെ ധനുഷും സ്നേഹയും കൂടി പോയി വാങ്ങും. സന്ദീപിന് ഡ്രസ്സൊന്നും എടുത്തില്ലേ? അതിന് അവനിവിടെ ഇല്ലല്ലോ, ഹോസ്പിറ്റലല്ലേ. അതിന്റെ അർത്ഥം അവൻ ഈ കുടുംബത്തിലെ ആരുമല്ലെന്നാണോ? അതോ അല്ലാതായിന്നാണോ? നഷ്ടപ്പെട്ടു എന്ന് കരുതി ഏട്ടൻ തിരികെ വന്നപ്പോ കൂടെണ്ടായിരുന്ന ഏട്ടനെ നീ മറന്നുപോയല്ലേ? അങ്ങനെ അവനെ ആരും മറന്നിട്ടില്ല സച്ചി. ഞാൻ അവനെ വിളിച്ചപ്പോ അവൻ വരാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞത്. ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു, അവൻ കേട്ടില്ല. അതുകൊണ്ടാ അവനൊന്ന് വാങ്ങാതെ വന്നത്. ഞാനും അർച്ചനെ വിവാഹത്തിന് വരുന്നുണ്ടെന്ന് ആരാ ഏട്ടനോട് പറഞ്ഞത്? ഇവളുടെ വിവാഹത്തിന്റെ അന്ന് എനിക്ക് വേണ്ടത് ഓഫീസ് ഡ്രസ്സാണ്. അത് ആവോളം എന്റെ കയ്യിലുണ്ട്. തൽക്കാലം മുണ്ടും ഷർട്ടും ഇട്ട് ഓഫീസിൽ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സന്ദീപ് എന്താ വിവാഹത്തിന് വരുന്നില്ലെന്ന് പറയുന്നത്? വാശി. പലതവണ മുടക്കാൻ നോക്കിയിട്ടും നടക്കാത്തതിലുള്ള വാശി, അത് തന്നെ. എന്താ അവനോട് ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഈ വിവാഹത്തിന് അവന് ഇവിടെ വേണം. അതുപോലെ സച്ചിയും അർച്ചനയും. ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല. നന്ദൻ തന്നെ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.